ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കർക്കിടക മാസത്തിൽ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയായ ഉലുവാപ്പാലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്ന അത്രയും ടേസ്റ്റാണ് ഇതിന്. ഉലുവ മുടി കൊഴിച്ചിൽ തടയാനും വെയ്റ്റ് ലോസിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന ഒന്നാണ്. ഉലുവ മുട്ടുവേദന, പുറം വേദന, സന്ധിവേദന തുടങ്ങിയ വേദനകളെല്ലാം കുറയ്ക്കാൻ സഹായിക്കും. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി 4 മണിക്കൂറോളം കുതിർത്തെടുത്ത് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇത് ഒരു വിസിലടിച്ച് ലോ ഫ്ലെയിമിലാക്കി 2 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 3 വിസിലടിച്ചപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. റാഗി സ്ഥിരമായി കുടിക്കുന്നത് വിളർച്ച കുറയ്ക്കാനും അയൺ ലെവൽ കൂട്ടാനും സഹായിക്കും. റാഗി കുറുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി 1 പിടി തേങ്ങ മിക്സിയിൽ അരച്ച് അതിൽ തേങ്ങാപ്പാൽ എടുക്കണം. ഇത് അരച്ചെടുക്കാൻ വേണ്ടി തിളപ്പിച്ച് തണുപ്പിച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ അരയാൻ പാടില്ല. നന്നായി അരഞ്ഞാൽ അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇതിനെ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. ഇതിൽ 1-ാം പാലാണ് വേണ്ടത്. ഈ തേങ്ങാപ്പാൽ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഉലുവ ഡ്രിങ്കിന് വേണ്ടി ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം. ഇതൊരു 2 അച്ച് വലുപ്പത്തിലുള്ള ശർക്കരയുടെ അത്രയും ഉണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ എടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായി ഉരുകിയിട്ടുണ്ട്. ഇതിനെ തണുക്കാനായി മാറ്റി വെക്കാം. ഇനി വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവയും റാഗിയും മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കാം. ഇതിനെ നല്ലതുപോലെ അടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കണം. ചിയാ സീഡിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെ നല്ലതാണ്. ചിയാ സീഡ് വെയ്റ്റ് ലോസിനും സഹായിക്കും. ഇതുകൂടാതെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ധാരാളം ഗുണങ്ങളും ചിയാ സീഡിനുണ്ട്. ഇനി അടിച്ചെടുത്ത ഉലുവ ഡ്രിങ്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിലിനി കുതിർത്തെടുത്ത ചിയാ സീഡ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഉലുവാപ്പാൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.